കുറച്ചുകാലം സംഘർഷഭൂമിയിൽ നിന്ന് ഒഴിഞ്ഞുനിന്ന ഹൂത്തി വിമതർ വീണ്ടും മിസൈൽ ആക്രമണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. സൗദി അറേബ്യയുടെ തെക്കൻ മേഖല ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ യമനിലെ ഹൂത്തി വിമതരുടെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ സൗദി വ്യോമ പ്രതിരോധ സേന ഈ ആക്രമണം വിജയകരമായി തന്നെ പ്രതിരോധിച്ചതായി പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. മന്ത്രാലയ വക്താവ് മേജർ ജനറൽ തുർക്കി അൽ മാലിക്കിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ആക്രമണത്തെ തുടർന്ന് സൗദിയിലെ അബഹ ജിസാൻ വിമാനത്താവളങ്ങളിലെ വിവിധ വിമാന സർവീസുകൾ റദ്ദാക്കുകയും ചെയ്തു. ഈ ആക്രമണ ഭീഷണി ഉണ്ടായതിനു ശേഷം സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി സൗദിയുടെ തെക്കൻ മേഖലയിലെ 4 പ്രധാന വിമാനത്താവളങ്ങൾ താൽക്കാലികമായി അടച്ചിട്ടു. അബഹ, ജിസാൻ, നജ്റാൻ, ഷറൂറ എന്നീ വിമാനത്താവളങ്ങളാണ് അടച്ചിട്ടത്. യമൻ തലസ്ഥാനമായ സനായിൽ സൗദി സഖ്യസേന നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് ഈ മിസൈൽ ആക്രമണമെന്ന് ഹൂത്തി വിമതർ അവകാശപ്പെട്ടു. ഇന്നലെ രാത്രിയോടെയാണ് യമൻ അതിർത്തിയോട് ചേർന്നുള്ള സൗദിയിലെ പ്രവിശ്യകളിലേക്ക് ഹൂത്തികൾ ആക്രമണം നടത്തിയത്. ബാലിസ്റ്റിക് മിസൈൽ സൗദി സൈന്യം പ്രതിരോധിച്ചെങ്കിലും പല ഭാഗത്തും മിസൈലിന്റെ ഭാഗങ്ങൾ പതിച്ചിരുന്നു. അബഹ വിമാനത്താവളം ലക്ഷ്യം വെച്ച് ആക്രമണം ഉണ്ടായതോടെ വിമാന സർവീസുകൾ പലതും റദ്ദാക്കി. കണക്ഷൻ വിമാനങ്ങളിൽ കേരളത്തിലേക്ക് അവധിക്ക് വരാനിരുന്ന പല മലയാളികളും ഇതോടെ എയർപോർട്ടിൽ കുടുങ്ങുകയും ചെയ്തു. ഹൂത്തി നിയന്ത്രണത്തിലുള്ള സനായിലെ വിമാനത്താവളത്തിൽ സൗദി പിന്തുണയുള്ള യമൻ സൈന്യം ആക്രമണം നടത്തിയതോടെയാണ് ഈ സംഘർഷങ്ങളുടെ തുടക്കം. യമന്റെ ഈ പഴയ തലസ്ഥാനം ഉൾപ്പെടെ ഇപ്പോൾ ഹൂതി നിയന്ത്രണത്തിലാണ്. ബാക്കി ഭാഗങ്ങൾ സൗദി പിന്തുണയുള്ള ഭരണകൂടമാണ് നയിക്കുന്നത്. ഇറാനിൽ നിന്ന് ഹൂതികളുടെ പ്രതിനിധി സംഘം കഴിഞ്ഞ ദിവസം മടങ്ങിയിരുന്നു. ഇവരെത്തിയ വിമാനം ലാൻഡ് ചെയ്യും മുന്നേ യമൻ സൈന്യം സനായിലെ റൺവേയിൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. സൗദിയുടെ പിന്തുണയുള്ള ഭരണകൂടമായതിനാൽ ഇതിന് പിന്നിൽ സൗദി തന്നെയാണെന്ന് ആരോപിച്ചാണ് ഹൂത്തികൾ പ്രത്യാക്രമണം നടത്തിയത്. എന്നാൽ വിമാനത്താവളം യമൻ ഭരണകൂടത്തിൻ്റെതാണെന്നും അവിടെ വിമതരായ ഹൂത്തികൾ വിദേശ ശക്തിയായ ഇറാന്റെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്നുമാണ് യമനിലെ ഔദ്യോഗിക ഭരണകൂടത്തിന്റെ നിലപാട്. ഹൂത്തികൾ ഇറാൻ വിമാനം സ്വീകരിക്കണമെന്ന് നിർബന്ധം പിടിക്കുകയും യമൻ ദേശീയ വിമാന കമ്പനികൾ വിമാനത്താവളം ഉപയോഗിക്കുന്നത് തടയുകയും ചെയ്തതിനെ തുടർന്നാണ് എയർപോർട്ട് റൺവേ യമൻ സായുധ സേന ആക്രമിച്ചത്. ദേശീയ പരമാധികാരത്തിന്റെ സംരക്ഷണവും രാജ്യത്തിന്റെ സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കിക്കൊണ്ട് നിലവിലുള്ള ഏത് സംഭവവികാസങ്ങളെയും നേരിടാനും ബാധകമായ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസൃതമായി ഉചിതമായ നടപടികൾ സ്വീകരിക്കാനും സായുധ സേന മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ദേശീയ പരമാധികാരം സംരക്ഷിക്കാനാണ് സന എയർപോർട്ട് ആക്രമിച്ചതെന്ന് യമൻ പ്രസിഡന്റ് റഷാദ് അൽ അലീമി പറഞ്ഞു. രാജ്യത്തെയും യമൻ ജനതയെയും സ്വന്തം താൽപര്യങ്ങൾ നിറവേറ്റുന്ന യുദ്ധങ്ങളിലേക്ക് വലിച്ചിഴച്ച് യമന്റെ ഭൂപ്രദേശത്തെയും ജനങ്ങളെയും പ്രാദേശിക സംഘർഷത്തിൽ ഒരു തുറുപ്പുചീട്ടായി ഉപയോഗിച്ച് നേട്ടം കൈവരിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നതെന്നും അത് എങ്ങനെയും പരാജയപ്പെടുത്തും യമൻ പ്രസിഡന്റ് പറയുന്നു. യമൻ യുദ്ധം ഏതാണ്ട് അവസാനിച്ച നിലയിലായപ്പോഴാണ് ഈ സംഘർഷം വീണ്ടും തുടങ്ങുന്നത്. സൗദിയും ഹൂത്തികളും ഏറെക്കുറെ സമാധാനത്തിന്റെ വഴിയിലായിരുന്നു. എന്നാൽ ഇറാൻ യുദ്ധത്തിനിടെ ഇതാദ്യമായാണ് ഹൂത്തികൾ സൗദിക്ക് നേരെ ആക്രമണം നടത്തുന്നത്. ഇതോടെ മേഖലയിൽ അശാന്തിക്ക് വഴിയൊരുങ്ങുമെന്ന് യമനിലേക്കുള്ള UN പ്രത്യേക ദൂതൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്.